ജിമ്മി, ഇപ്പോൾ എന്തായാലും മുന്നണി പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. ഈ നിമിഷമെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയമുണ്ട്. കാരണം മന്ത്രിമാർ രാജിവെക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ അവർ തീരുമാനിക്കുമായിരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. നാളെ മുഖ്യമന്ത്രിയുമായി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തും. അതായത് സമയം വാങ്ങിക്കൊണ്ടിരിക്കുന്നു CPI. അതേസമയം CPI തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അവർ വിട്ടുനിന്നേക്കാം. എത്ര മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും, അതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ മുന്നണി പ്രതിസന്ധിയിലാണോ? ഈ നാട്ടിലൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഉത്സവത്തിനുണ്ടാകുന്ന ഒരു പഴയ തർക്കമുണ്ട്. ഇപ്പോൾ അതുണ്ടാവില്ല. പണ്ട് ഈ വെടിക്കെട്ട് വേണോ വേണ്ടയോ, ഇപ്പോൾ രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞ് വെടിക്കെട്ട് വേണ്ട, ഒരു കൂട്ടർ പറഞ്ഞ് വെടിക്കെട്ട് വേണം. ഇതിലൊരു സമവായം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണം. അതുപോലൊരു പ്രത്യേക അവസ്ഥയിലാണ് പോയി നിൽക്കുന്നത്. PM ശ്രീ പദ്ധതി നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു, MOU സൈൻ ചെയ്തു. ഇനി അതിനകത്തു നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ രേഖപ്രകാരം നമുക്കത് പിന്മാറാൻ പറ്റില്ല. CPI ആണെങ്കിൽ പിന്മാറിയേ പറ്റൂ എന്ന ഉറച്ച നിലപാടിലാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ വേണമെങ്കിൽ അതിനകത്ത് പിന്മാറുന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കാം, കത്തെഴുതാം എന്നൊക്കെ പറഞ്ഞാലും പ്രായോഗികമായി നടക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ MOU വായിച്ചാൽ ബോത്ത് പാർട്ടീസ് അംഗീകരിച്ചാൽ മാത്രമേ, അതിന് നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പൊതുവേ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷമേ ജയിക്കൂ ഇവിടെ. രണ്ട്, ഇതിനകത്തുണ്ടായ CPIയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സത്യത്തിൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി സ്മൃതി പറഞ്ഞതുപോലെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല വിഷയം. CPIയോട് നുണ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. PM ശ്രീ മാറ്റിവെക്കൂ. മുന്നണിയിലൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ഈ വിഷയം 2024 ഉന്നയിക്കുന്നു. അന്ന് ക്യാബിനറ്റിൽ വരുന്നു. അന്ന് ചർച്ച ശേഷം വീണ്ടും അത് മാറ്റിവെച്ചു. അത് ഒരു തവണ ചർച്ച ചെയ്യുന്നു. തീരുമാനമെടുക്കാതെ പിരിഞ്ഞൊരു കാര്യം ക്യാബിനറ്റിൽ കൊണ്ടുവരാതെ നടപ്പിലാക്കി. പോട്ടെ, അതല്ല. അതിനേക്കാൾ ഗുരുതരമായ വിഷയം PM ശ്രീ പദ്ധതി നടപ്പിലാകാൻ പോകുന്നു എന്ന് പത്രവാർത്ത വരുമ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷയത്തിൽ എതിർപ്പ് പറയുമ്പോൾ വരട്ടെ അത് നോക്കാം എന്നൊക്കെ പറയുകയാണ്. LDF ചേരണമെന്ന് പറഞ്ഞ് കത്തൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ആ സമയമായപ്പോഴേക്കും ഇത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പിന്നീട് വരുന്ന വാർത്ത. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതും ബഹളം വെച്ചതും ഈ എതിർപ്പ് ഉന്നയിച്ചതുമൊക്കെ ആളുകൾ എന്തായി, CPI ആരായി? അതാണ് രണ്ടാമത്തെ വിഷയം. ചുരുക്കത്തിൽ CPIയെ ഇങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഞാൻ CPM നേതൃത്വം എന്ന് പോലും ഞാൻ പറയുന്നില്ല, സർക്കാരിൻ്റെ തലവൻ കൊണ്ട് എത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒട്ടും ആലോചിക്കാതെ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സംശയം. നോക്കൂ, ഈ മാസം 16 ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങളിത് ഒപ്പിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ക്യാബിനറ്റിലെ ഈ വിഷയം വരുമ്പോഴും ഇവരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ CPM നേതാക്കൾ, മുഖ്യമന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും ഇത് പറ്റില്ല CMA എന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോഴും അറിയാം ഇത് പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഷയം പുറത്തു വരും. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടാനൊരു തീരുമാനമെടുത്തത്? CPIയുടെ വലിയ എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ആ കാര്യം നടക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്തിനായിരിക്കും? അത് വളരെ വേണമെങ്കിൽ കടത്തി ചിന്തിച്ച് ഒരു വലിയ രാഷ്ട്രീയ പ്ലാനിങ് ഇതിനകത്തുണ്ടോ? CPI പോകുന്നെങ്കിൽ പോട്ടെ, CPI ഒന്ന് നാണം കെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ? നമുക്കറിയില്ല. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, CPI തകർന്നു പോയത് അവിടെയായിരിക്കും. അവിശ്വസനീയമാണ് ഈ കാര്യത്തിൽ CPIയോട് CPM കാണിച്ച നിലപാട് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. നമുക്ക് വിശ്വസിക്കാനാവില്ല. ഒരു മുന്നണി മര്യാദയിൽ ഇങ്ങനെ നടക്കുന്ന യാതൊരു സാധ്യതയുമില്ല. ഇനി CPIക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് CPMൻ്റെ കാൽക്കുലേഷൻ ഞാൻ വിചാരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. CPI എവിടെ പോകും? CPI എന്ത് ചെയ്യാൻ പറ്റും? തദ്ദേശ തിരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ മറുവശത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ആയിട്ടൊരു മുന്നണി ഉറച്ചു നിൽക്കുമ്പോൾ CPIക്ക് UDFൽ പോയി ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന കാര്യം പ്രായോഗികമായി നടക്കില്ല. താത്വികമായി നടക്കണം. കാരണം BJPക്കെതിരെ ദേശീയ തലത്തിൽ CPM കോൺഗ്രസും ഒക്കെ ഒരുമിച്ചാണ്. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞാൽ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് CPIക്ക് പോകാനാവില്ല. അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റം വരെ CPI പോകും എന്നുള്ളതായിരിക്കും CPM ആലോചിച്ചിട്ടുണ്ടാവുക. അത്രയൊന്നും കടത്തിപ്പോകാൻ സാധ്യതയില്ല എന്നാണ് CPM കരുതിയിട്ടുണ്ടാവുക. ഈ വിലക്ക് അവരുടെ എതിർപ്പിനെ ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയല്ല മുഖ്യമന്ത്രിയും കരുതിയിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ ശൈലി വെച്ചിട്ട് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് അത് തോന്നി, അത് ശരിയാണെന്ന് തോന്നി, അദ്ദേഹം അതങ്ങ് ചെയ്തു. ഇത് CPMൻ്റെ ദേശീയ നേതൃത്വത്തിനും CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും വേറെ നിലപാടായിരുന്നെന്നും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മധുരമെന്ന കോൺഗ്രസിനെതിരെ പ്രമേയം പാസ്സാക്കി എന്നുള്ളതൊക്കെ ഒരു വശം നിൽക്കും. പക്ഷേ പ്രായോഗികമായി ഇതാണ് ശരിയെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ, പിണറായി വിജയൻ തോന്നിയാൽ അതങ്ങ് നടപ്പാവും. അതിൻ്റെ കൂടെ ഇങ്ങനൊരു കാൽക്കുലേഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ CPIയുടെ കാര്യം എന്ത് ചെയ്യും? CPI എന്ത് ചെയ്യും? CPI ഇത്രയും ബഹളം വെച്ച് കഴിഞ്ഞു. ഇനി CPIക്ക് പുറകോട്ട് പോകാനാവില്ല. ഒരു പഴയ ചരിത്രമുണ്ട്. ഇതിനു മുമ്പ് CPM തമ്മിൽ അടിച്ചു പിരിഞ്ഞ
മന്ത്രിസഭയിൽ നിന്ന് അടിച്ചു പിരിഞ്ഞ കാലം 1967 സപ്തകക്ഷി മുന്നണിയാണ്. അവിടെ 65 മുസ്ലിം ലീഗും CPM-ഉം ചേർന്ന് മത്സരിക്കുന്നു ആദ്യമായി. ആ വലിയ സീറ്റുകൾ സി പി എം നേടുക. അന്ന് 100 110 സീറ്റേ ഉള്ളൂ. അതിൽ 45 സീറ്റോളം CPM നേടുന്ന ഇലക്ഷനാണ്. പക്ഷേ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. 67 ആകുമ്പോൾ മുസ്ലിം ലീഗും CPI-യും CPM-ഉം ചേർന്നിട്ടാണ് ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അന്ന് തിരുവനന്തപുരത്ത് പഴവങ്ങാടിൽ നടന്ന ഒരു പ്രസംഗമുണ്ട്. അതാണ് പിന്നീട് ഈ മുന്നണിയെക്കുറിച്ച് എല്ലാ കാലത്തും പറയാറുള്ള കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ഐക്യം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. പറഞ്ഞത് ആരൊക്കെയാണെന്ന് അറിയാമോ? SA ഡാംഗയും P സുന്ദരയ്യയുമാണ്. ഇവർ രണ്ടുപേരും പിന്നീട് പല രീതിയിൽ അതിനു മുമ്പും അതിന് ശേഷമൊക്കെ വലിയ വിവാദ പുരുഷന്മാരായ ആളുകളാണ്. പഴവങ്ങാടിൽ വെച്ച് പറയുന്നു, അതിന് 4 മാസത്തിന് ശേഷമാണ് CPI-യിലെ TV തോമസ് ജപ്പാനിലേക്ക് പോകുന്നു. അപ്പോൾ അന്ന് ഇത് സാമ്രാജ്യത്വത്തിന് അടിയറ വയ്ക്കുകയാണ്, അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചയാളുടെ പേര് സുന്ദരയ്യ എന്നാണ്. അവിടെയാണ് ഈ അടി തുടങ്ങുന്നത്. നോക്കൂ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മറ്റൊരു സാമ്രാജ്യത്വ വിഷയമാണ്. ഇവിടെ സാമ്രാജ്യത്വമല്ല, കാവ്യവൽക്കരണമാണ്. എന്തായാലും CPM-ഉം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും വളരെ സജീവമായി എടുക്കുന്ന 2 വിഷയം, ഒന്ന് സാമ്രാജ്യത്വവൽക്കരണവും മറ്റേത് വർഗീയതയുടെ പേരിൽ ഇപ്പോൾ CPI-ആണ് ഇതേ നിലപാടെടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുകയാണ്. പക്ഷേ 1967 2025 ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. CPI-യും CPM-ഉം ഏതാണ്ട് തുല്യ ശക്തികളാണ്. പിളർപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഏത് നിലപാടും എടുക്കാം. CPI-ക്ക് ഇന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ശക്തിയില്ല എന്നുള്ളത് ശരി. പക്ഷേ CPI-യെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടെത്തിച്ചത് CPM-ൻ്റെ മർക്കടമുഷ്ടിയാണ്. ഒരു കാരണവശാലും ഒരു ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പലതവണ ചർച്ച നടത്തുന്നുണ്ടല്ലോ, ഇന്നലെ ഫോൺ ചെയ്യുന്നു, ഇന്ന് ഫോൺ ചെയ്യുന്നു, ഇന്ന് തമ്മിൽ കാണുന്നു. മുന്നണി മര്യാദയുടെ പേരിലെങ്കിലും ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ശക്തമായ എതിർപ്പ് ഉന്നയിച്ച CPI എന്നൊരു പാർട്ടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമഭാവനയുണ്ടെങ്കിൽ, സമഭാവന വേണ്ട, സഖ്യകക്ഷിയാണെന്നൊരു ഭാവന ഉണ്ടെങ്കിൽ സംസാരിക്കണ്ടേ. ആ മര്യാദ ലംഘിച്ചത് CPI-യുമാണ്. അപ്പോൾ പ്രശ്നം CPI-എമ്മിന് കൂടിയാണ്. ഇത് ഒരു കേരളത്തിലെ വിഷയമല്ല. നോക്കൂ, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് പിന്നെ പ്രധാനപ്പെട്ട പാർട്ടികളാരാ? TMC, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ DMK, സമാജ്വാദി പാർട്ടി, ഇവരൊക്കെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടികളാണ്. ദേശീയ തലത്തിൽ പിന്നെയുള്ള പാർട്ടി CPI-യുമാണ്. ആ CPI-യും എല്ലാവരും ചേർന്നെടുത്തൊരു നിലപാടിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാരാണ് എടുത്തത്. അപ്പോൾ CPM-നകത്ത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു വേള CPI മുന്നണി വിട്ട് പോയി എന്ന് തന്നെ വിചാരിക്കുക, ഇതുണ്ടാക്കുന്ന വാർത്താ പ്രകമ്പനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷി തന്നെ BJP പറയുന്നിടത്ത് പോയി ഒപ്പിട്ടില്ല എന്നായിരിക്കും. അപ്പോൾ സംസ്ഥാന തലം മുതൽ ദേശീയ തലം വരെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. തീർത്തും ശ്രദ്ധയില്ലാതെ വരുന്നവരുടെ വെച്ച് കാണാം, എനിക്ക് തോന്നുന്നത് ശരി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ഒപ്പിട്ട് കൊടുത്തത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നവും. പക്ഷേ പ്രായോഗിക തലത്തിൽ ഞാൻ കരുതുന്നത് മന്ത്രിമാരെ നാളത്തെ ഇനിയുള്ള ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്ന് പിൻവലിക്കാതെ ഒരു വഴിയുമില്ല CPI-ക്ക്. പക്ഷേ CPI-ക്ക് അതിനപ്പുറത്തേക്ക് എവിടം വരെ പോകും? ഒരു പക്ഷേ മന്ത്രിമാരെ രാജിവെപ്പിച്ചുകൊണ്ടും ഇനിയുള്ള ഈ സർക്കാരുമായി ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാം, അതും ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞാലോ ഈ മുന്നണി തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഈ മുന്നണി തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടി വരും. അപ്പോൾ വോട്ടർമാരോട് എന്തു പറയും? ഇപ്പോൾ തന്നെ എന്തു പറയും ഈ ബഹളങ്ങളുടെയും പേരിൽ? അങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ എത്തിച്ച് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, CPM-ൻ്റെ സർക്കാരാണ്. അവർക്കിത് കുറച്ചുകൂടി ഗൗരവത്തോട് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. മുന്നണിക്കുണ്ടായ ഇപ്പോഴുള്ള ദോഷം, ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷം, അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം മുന്നണി മര്യാദ ലംഘിച്ചതാണ്. Meet the editors.